रामाय रामभद्राय रामचन्द्राय वेधसे रामचन्द्राय वेधसे नमः। നമസ്കാരം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കലുഷ്യാമി സിദ്ധിർഭവതു മേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആർത്താരമാർത്തിഹന്താരം ദിദാനാം ദിദിനാശനം ദിശതാം കാലദണ്ഡം ശ്രീരാമചന്ദ്രം നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദ്യൂതം ശിരസാ നമാമി. 27ാം ദിവസത്തെ പാരായണമാണ് ഇന്ന് രാമായണ പാരായണം ചെയ്യുന്നത്. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നകതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്ത് ഭക്തിയാ പുകഴ്ത്തിനാർ. ചിൽ പുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അൻപോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനൻ ഉൽപ്പല ശ്യാമളം കോമളം ബാനധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമമാത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമം ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതനം വിശ്വമൂർത്തേ പരബ്രഹ്മമേ സദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിത്കനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീനകാലത്ത് സൃഷ്ടിയും ചക്ഷുരുന്മീലനം കൊണ്ട് സംഹാരവും
രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു, ധർമ്മത്തെയും പരിപാലിച്ചു. നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമാം. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താവേശന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായി കൊണ്ടോ നമസ്കാരം. ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. തൊൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും. ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ. കോപകാമദ്വേഷ മത്സരാകർപ്പണ്യങ്ങൾ ആഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ. തൊൽക്കഥാപീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ചു ഈ പ്രപഞ്ചത്തിങ്കിലൊക്കെ നിരന്തരം. നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയത് ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും അയോധനെ. പിന്നെ മറ്റേന്നാൾ ദശഗ്രീവനെ ഭഗവാൻ കൊന്ന് ജഗത്രയൻ രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീരാ ജയിക്ക ജയിക്ക നീം. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ചു അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറ് കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട്. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതാനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരം മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചു അതിശക്തിയേറിയിടും നിശാചരവീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ട് ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്ത് കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രുപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പിടയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്ന് ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതുകൊണ്ടും പോയി കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാര് എൺവരും. പോർക്കും പുറപ്പെട്ടു ചെന്നത് കണ്ടളവ് ഊക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നത് കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരൻ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിത് പലതായി ഒലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങി. ബലാൽ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ട് അതിരൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറവുമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയ മപുരത്താക്കിനാൻ.
ദേവാന്തകനും പരിഘവുമായി വന്ന് ദേവേന്ദ്രപുത്രതനയനോടേറ്റത് വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസുമണഞ്ഞിതു മൂവരോടും പൊരുതിടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാ നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോട് എതിർത്തതിസത്വരം വിശ്വൈകവീരൻ അതികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശാസ്ത്രാസ്ത്രലോകം നിറച്ച് വില്ലും ധരിച്ചു അസ്ത്രജൻ അധ്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ട് നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ട് വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാൻ സാമർഥ്യമേറെയുള്ളോര് അതികായനെ സൗമിത്രി ചെന്നു ചെറുത്താൻ അതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം ചിന്തമുഴുത്തേതും ആവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ട് അതുകൊണ്ടിവൻ ഏൽക്കയില്ല ആയുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്ന് പാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തക്ഷണേ ഖണ്ഡം മുറിച്ചാൻ അതുനേരം ഭൂമോ പതിച്ചൊരു അതികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വെച്ച് കൈതൊഴുതിടിനാർ ആമയം പൂണ്ട് ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധിയെന്നലറി ദശഖണ്ഡനും തമ്മക്കളും തമ്പിമാരും മരിമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവർ എന്തിനി നല്ലത് ശങ്കരാ ദൈവമേ യുദ്ധം വിലപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട് അത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ട് തനയനെയും പുണർന്നു എന്നേ സുഖമേ ജയിച്ചു വരിക നീ വമ്പനാം പുത്രനും കുമ്പിട്ടും താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംഭാരിജിത്തും നികുംഭിലബുക്കിത് സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി കൊണ്ടുജ്വലിച്ചു അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രരും എത്രയും വ്യക്തവർണ്ണസ്വരു മന്ത്രപുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനു പ്രസാദത്താൽ അതിദ്രുതം ശാസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ പോർക്കളം പൂക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്ത് ആർത്തു തൊടുത്തിടിനാൻ ഹരേ ആർത്തടുത്തിടിനാർ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകി
തുടങ്ങിനാർ. പാഷാണ പർവ്വത വൃഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാധിരഥികളും അന്തകൻ തൻപുരിയിൽ ചെന്നു പുക്കവർക്ക് അന്തം വരുന്നത് കണ്ടൊരു രാവണി സന്താപമോട് അന്തർധാനവും ചെയ്ത് സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീണു, വണ്ണവൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് വിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതും ഐന്തനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതവു ഔവണ്ണമേറ്റു ഗന്ധമാദനന്മയിലും. ഈരമ്പതേറ്റിലും നീലനും 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും. 6 പനസനും 7 വിനത നീരാറ് സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 150 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്കും 9 ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമേറ്റിതു. 10 പുനരിരുപത്തഞ്ചുമേറ്റിതു. ശക്തിയേറും വേഗതർ ദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും. ദുർമുഖനേറ്റ് 24 അമ്പു സമ്മാനമായി 65 താരനും. ജ്യോതിർമുഖനും അത് 60 പുനരാതങ്കമോട് 50 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിത് തുങ്കനാ സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കപികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം. ആവതിലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞ് നിൽക്കേരുഷ. രാഘവന്മാരെയുമെയ്തു വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ. ശോകവിഷണ്ണനുമായി നിശ്ചലമായതു ലോകവും കൗണപാദീശ ജയത്തിനാൽ അഖണ്ഡലാരിയും ശംഖനാഥം ചെയ്ത് വേഗേന ലങ്കയിൽ പൊക്കിരുന്നിടിനാൻ. ലേഖാസമൂഹവും മാഴ്കി ഗദാശയാ. കൈകസി നന്ദനനായ വിഭീഷണൻ ഭഗവതോത്തമൻ ഭക്തപരായണൻ. പോക്കുവൻമേലിൽ ആപത്ത് ഞാൻ എന്നോർത്ത് ഓർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൻ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിന് നാരായിക വേണമെന്ന് ഓർത്തവനും തഥാ. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവറുകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ട് നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു. കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചിത് ആദരാൽ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്ക് കേട്ടു ഉള്ളിൽ വിഭാതിമേം. രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനടോ? സത്യമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചിത് ആശരാധീശ്വരൻ തന്നോട്
ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റ് മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയണം ഇനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ ആമവരെ അവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്ത് സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചിതിനൊക്കുമേ. സരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കല ആമോദം ഉൾക്കൊണ്ടു വീണ് വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീ എന്നിയെ പോക വേണം നീ ഹിമവാനെയും കടന്ന് ആകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയെങ്കിൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അറിക നീ. 4 ദിവ്യ ഔഷധങ്ങൾ അവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി ഒന്നടവും പിമ്പു സന്ധാനകരണി 3-മതും നല്ല സുവർണകരണി 4-മതും ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4-നും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട്. മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തിയാ തൊഴുതു മഹേന്ദ്രമേറിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതച്ചുയർന്ന് അമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ട് വൈരഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരവും മേരുകുരിയും ഋഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. മാരുതനന്ദനൻ ഔഷധത്തിന് അങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞോര് ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ ആ പൂർണ്ണമോദം തൊഴുത് സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങനെ ഇരുന്നള്ളുവാൻ എന്തോരു കാരണം? ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ ആ കാലനിയമിതനോട് ചൊല്ലിടിനാൻ. ഈ കാലവൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും
ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റു ആശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്ത് മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്ന് രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പടയും അടുപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്ന് വിഘ്നം വരുത്തേണം അതിനു നീ നിന്നോട് ഉപായവും ചൊല്ലാമതിന്നടോ. തപസ്സനായി ചെന്ന് മാർഗമധ്യേ ബുക്ക് പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു. കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിയിടിനാൻ. സാമവേദജ്ഞ സർവജ്ഞാലങ്കേശ്വര സാമമാമെന്നുടെ വാക്ക് കേൾക്കണമേ. നിന്നെ കുറിച്ച് മരിപ്പതിന് ഇക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്ക് മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞ് എന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമന് കൊണ്ട് കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോട് അർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരം ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു. സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ട ആത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സാവര ജംഗമജാതികളായുള്ള ദേവതരി മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായി എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതുമൊക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സദ്ഗുരുമായി എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് ഏകത സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ലോഹിത ശ്വേതകൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായാ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ. തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യഗണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്ത് തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാം ആത്മാവരനേകൻ അവളോട് യുക്തനായി വന്ന് പുറത്തു കാണുന്നിത്. തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിത് അന്വഹമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവർത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാം ആത്മാവിധി ജ്ഞാത്വാ നിരസ്താശയ ജിതകാമനായി നിരാധ്യാന നിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ഹരേ രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.